പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഒരു ചെറുകഥയാണ് അവതരിപ്പിക്കുന്നത്. കാൽപ്പനികതയുടെ സൗന്ദര്യമല്ല, മറിച്ച് സമൂഹത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ ഉള്ളം പൊള്ളിക്കുമ്പോൾ തൂലിക ചലിപ്പിക്കുന്ന എഴുത്തുകാരൻ. തന്റെ പ്രതിഷേധം കഥകളും കവിതകളുമായി ഇതൾ വിരിയുന്നു. ആ എഴുത്തുകാരനാണ് ശ്രീ ബാലു പൂക്കാട്. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ മണ്ണുകൊണ്ടൊരു പെണ്ണ്. സുഗന്ധി, അവളുടെ ജീവിതഗന്ധിയായ കഥയിലേക്ക് നമുക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്ത് ഞങ്ങളെ ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷയോടെ സഖ്യസാഹിതി. മണ്ണുകൊണ്ടൊരു പെണ്ണ്. അച്ഛൻ താവഴയിലെ പുലബന്ധമുള്ളൂ. നമ്മുടെ സമുദായത്തില് മാമന്റെ കൂടെ നീ വേണം പോകാൻ. അവിടെ ഒരു പക്ഷേ നിന്നെ അറിയുന്നവർ ആരും ഉണ്ടാവില്ല. എന്നാലും പോയേ പറ്റൂ. പാടവരമ്പം കടന്ന് കൈതോട്ടിനരികിലൂടെ കടവിലേക്ക് ശങ്കുണ്ണിമാന്റെ പിന്നാലെ നടക്കുമ്പോൾ സുബ്രഹ്മണ്യൻ അമ്മയുടെ വാക്കുകൾ ഓർത്തു. ഒരു മരണ വീട്ടിലേക്ക് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അച്ഛൻ തറവാടിലേക്കാണ് യാത്ര. എങ്ങനെയാവും തന്നെ അവർ നോക്കിക്കാണുക? അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചിറകടിച്ചു. വയൽച്ചെളിയിൽ കാലൂന്നി നിൽക്കുന്ന കൊറ്റികൾ ധ്യാനത്തിൽ നിന്നുണർന്ന് ദൂരേക്ക് പറന്നു പോകുന്നു. മൗനം പിടിഞ്ഞ് മറ്റൊന്നും നേരിടാനാവാതെ എങ്ങോട്ടോ അവ അകന്നു പോയതാവാം. അക്കരെ കടവിറങ്ങിയാൽ 2-3 മൈൽ നടക്കണം. നിനക്ക് പരവശമൊന്നും ഇല്ലാലോ അല്ലേ? ശങ്കുണ്യമാവൻ നടത്തത്തിന് വേഗത കൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അച്ഛൻ മരിച്ചെന്നറിഞ്ഞാ പിന്നെ പരവശമില്ലാണ്ടിരിക്കോ? അവൻ മനസ്സിൽ പറഞ്ഞു. പാടവരമ്പിലൂടെ അകന്നു പോകുന്ന അമ്മാവന്റെ കാലുകൾക്കൊപ്പം എത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ആരോ തന്നെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നി സുബ്രഹ്മണ്യന്. അമ്മാവന്റെ മടിയിൽ തോണിയിലിരുന്നപ്പോൾ അതൊന്നുലഞ്ഞു. ചെറിയ ഓളങ്ങൾ തോണിക്കിരുവറവും വൃത്തങ്ങൾ തീർത്തുകൊണ്ട് ദൂരേക്ക് അകന്നുപോയി. ആ വൃത്തത്തിനുള്ളിൽ എവിടെയോ അച്ഛനെ അവൻ തിരഞ്ഞുകൊണ്ടിരുന്നു. കറുത്തുമെലിഞ്ഞ ശരീരത്തിൽ വെളുത്ത നിറമുള്ളൊരു ജുബ്ബയും ചന്ദന നിറമുള്ള മുണ്ടും കാച്ചെണ്ണ തേച്ച് ഒട്ടിച്ചു വെച്ച് അവിടെ നരച്ചു തുടങ്ങിയ ചുരുണ്ട മുടിയും, നെറ്റിയിൽ കറുത്ത ഭസ്മക്കുറിയും, നടുവിൽ തിളക്കമുള്ള ചുമന്ന പൊട്ടും, മീശയില്ലാത്ത മുഖത്ത് എപ്പോഴും ഗൗരവം, ജുബ്ബയുടെ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കീശയിൽ എപ്പോഴും മുറുക്കാഞ്ചെല്ലം. അകന്നുപോകുന്ന കുഞ്ഞു തിരകളെ നോക്കിയപ്പോൾ അവന്റെ ഓർമ്മകളിൽ ഒരു മഴ പെയ്തു. കൊളനാട് UP സ്കൂളിൽ 1-ാം തരത്തിൽ ചേർക്കാനായി കൊണ്ടുപോയ അന്നാണ് അവൻ അച്ഛനെ അവസാനമായി കണ്ടത്. സ്കൂളിനടുത്തുള്ള ആലിക്കാന്റെ ചായക്കടയിലേക്ക് മഴയെ തോടിക്കയറി ഒപ്പമിരുന്ന് പുട്ടും പപ്പടവും ചായയും ഒഴിച്ച് കുതിർത്ത് കഴിക്കുകയാണവൻ. ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് മുറുക്കാഞ്ചെല്ലമെടുത്ത് ബെഞ്ചിൽ തുറന്നു വെച്ച് അതിൽ നിന്നൊരു പുകയില തണ്ടെടുത്ത് പല്ല് വൃത്തിയാക്കി പിന്നെ അതും വായിലേക്കിട്ട് ചുണ്ണാമ്പ് തേച്ച വെറ്റിലയിൽ അടയ്ക്കാ കഷ്ണങ്ങളും കൂട്ടി മടക്കി പൊതിഞ്ഞ് വായിലേക്കിടുന്നത് നോക്കിക്കൊണ്ട് ആലിക്ക പറഞ്ഞു. ബാല, ഇജെന്തായാലും പഠിച്ചില്ല. ഈ ചെക്കനെ അതുപോലെ ആക്കരുത്. ഓനെ ആവുന്നിടത്തോളം പഠിപ്പിക്കണം. നിന്നെ പോലെ കുലത്തൊഴിലും കൊണ്ട് നാളെ എല്ലാവർക്കും കഴിഞ്ഞുകൂടാനാവൂല. കവിളിലൂടെ ചോര പോലെ ഒലിച്ചിറങ്ങിയ മുറുക്കാഞ്ചാറ് വലത് കൈകൊണ്ട് തുടച്ചു കളഞ്ഞ് ഇടത് കൈയിലെ 2 വിരലുകൾ ചുണ്ടിൽ ചേർത്ത് വെച്ച വിടവിലൂടെ മുറ്റത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് മുഖത്ത് ഗൗരവം വരുത്തി അച്ഛൻ പറഞ്ഞത് തൊട്ടു മുന്നിലെന്ന പോലെ അവൻ കാണുകയാണ്. അതൊക്കെ ഓന് വേണേല് പഠിച്ചോട്ടെ. ഞങ്ങളെപ്പറ്റി ഇങ്ങക്ക് എന്തറിയാം മാപ്പിളെ? ഇതൊന്നല്ല ഞങ്ങളുടെ പഠിപ്പ്, അതൊന്ന് വേറെ തന്നെയാ. മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാല് മറ്റാർക്കും പറ്റൂല. ഞങ്ങളുടെ കുലത്തൊഴില് അത് തപസ്സിരുന്ന അങ്ങക്കാർക്കേലും കൂട്ടിയാ കൂടോ? പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു വരദാനമാണത്, അറിയോ? കടയിലേക്ക് കയറി വന്ന ആരുടെയോ മുണ്ടിലാണ് മുറുക്കാൻ കറ തെറിച്ചു വീണത്. വാക്കേറ്റത്തിൽ നിന്ന് കയ്യേറ്റത്തിലേക്ക് അത് പിന്നിച്ചു വന്നു. അതിനിടയിൽ ചൂടുള്ള ചായ തട്ടിമറിഞ്ഞ് സുബ്രഹ്മണ്യന്റെ ട്രൗസറിലൂടെ ഒലിച്ച് തുട പൊള്ളിയതിന്റെ പാട് ഓർമ്മയുടെ വിരൽ കൊണ്ട് അവനപ്പോൾ തടവി നോക്കി. അമ്മയെപ്പറ്റിയായി പിന്നത്തെ ചോദ്യോത്തരങ്ങൾ എന്ന് ഓർത്തെടുത്തെങ്കിലും അത് എന്തിനായിരുന്നു എന്ന് അപ്പോഴും അവന് മനസ്സിലായില്ല. അച്ഛനപ്പോൾ ഒരുമാതിരി ഭ്രാന്തിളകിയവനെ പോലെ പീഡികമുറ്റത്ത് കോമരം തുള്ളുകയായിരുന്നു. ആളുകൾ വളഞ്ഞിട്ട് അച്ഛനെ നേരിട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ആലിക്കായെ കെട്ടിപ്പിടിച്ചതും പിന്നെ ആലിക്ക ഇടപെട്ട് രംഗം ശാന്തമാക്കിയതും അവൻ ഇപ്പോഴും ഒരു നെടുവീർപ്പോടെ ഓർത്തെടുത്തു. അച്ഛന്റെ വെളുത്ത ജുബ്ബയാകെ ചെളി പുരണ്ട് കരിഞ്ഞുപോയിരുന്നു. വിയർപ്പിൽ മണ്ണു കുതിർന്ന് കിതച്ചു നിന്ന അച്ഛനപ്പോൾ ഒരു മൺരൂപമാണെന്ന് അവന് തോന്നി. തോണി പുഴയെ 2ആയി പകുത്ത് ചാലുകീറിക്കൊണ്ട് നീങ്ങിയപ്പോൾ കടവിൽ അവസാനിച്ച വഴി അകലുന്നത് അവൻ നോക്കിയിരുന്നു.
അക്കരെ അടുക്കാറായപ്പോൾ പുഴയിൽ പച്ചക്കാടുകൾ പോലെയുള്ള പായൽ ചെടികൾ പങ്കായത്തിൽ പറ്റിപ്പിടിച്ചത് തോണിക്കാരൻ കൈകൊണ്ട് പുഴയിലേക്ക് പിഴുതെറിഞ്ഞു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അതിന്റെ വേരുകൾ നനഞ്ഞ നീണ്ട മുടി പോലെ കറുത്തതാണെന്ന്. ഒരിക്കൽ ദേവലോകത്ത് കർമ്മങ്ങൾ ചെയ്യാൻ പാത്രങ്ങളില്ലാതെ വന്നപ്പോൾ പരമശിവൻ തന്റെ തലമുടി പറിച്ച് തുടയിലിട്ടടിച്ച് ഒരാളെ ഉണ്ടാക്കിയെന്നും ശിവന്റെ വിയർപ്പൻ ചെളിയും കൊണ്ട് കുംഭങ്ങൾ ഉണ്ടാക്കാൻ വരം നൽകിയാണ് കുംഭാരന്മാരുടെ കുലമുണ്ടായതെന്നും അച്ഛൻ ഒരിക്കൽ പറഞ്ഞു തന്നത് അപ്പോൾ അവന്റെ ഓർമ്മയിലേക്ക് ഒഴുകിയെത്തി. ശങ്കുണ്യമ്മ അവന്റെ കൈപിടിച്ച് തോണിയിൽ നിന്നിറങ്ങി അവൻ ഏതൊക്കെയോ നാട്ടുവഴികൾ പിന്നിട്ട് ഒരു കവുങ്ങിൻ പാടത്തിനരികിലൂടെ നടന്ന് അച്ഛൻ തറവാടിൽ ചെന്നു കയറിയപ്പോൾ ഉച്ച തെറ്റിയിരുന്നു. ആകാശം പെയ്യാനൊരുങ്ങി മൂടിക്കെട്ടി മൗനം പൂണ്ടു നിന്നു. മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അവരെ കാത്തിരുന്നിട്ടെന്നോണം ഒരു കാർന്നോർ തോളിൽ നിന്നും തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് അവർക്കരികിലേക്ക് വന്ന് അമ്മാവനെ ഒന്ന് വണങ്ങിയ ശേഷം സുബ്രഹ്മണ്യനെ സൂക്ഷിച്ചു നോക്കി. ബാലന്റെ മോനാണല്ലേ? അമ്മാവൻ അതേയെന്ന് തലയാട്ടി. അപ്പോൾ അടുക്കള മുറ്റത്തു നിന്ന് കുറച്ച് പെണ്ണുങ്ങൾ അവനെ ഒരു അത്ഭുത ജീവിയെ എന്ന പോലെ ഒന്നെത്തി നോക്കി എന്തോ അടക്കം പറഞ്ഞു. മെഴുകിത്തേച്ച കോലായിൽ ഒരു മഞ്ഞപ്പായയിൽ കഴുത്തറ്റം വരെ വെളുത്ത തുണി പുതപ്പിച്ച് ഒരാളെ കിടത്തിയിരിക്കുന്നു. അച്ഛനാണ്. അതിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന അവന്റെ ചുമലിൽ അമർത്തിക്കൊണ്ട് ശങ്കുണ്യമാവൻ പറഞ്ഞു. അവൻ അച്ഛന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എണ്ണ പറ്റിച്ച് ഒട്ടിച്ചു വെച്ചിരുന്ന കറുത്ത മുടി ഇപ്പോൾ നരച്ച കുറ്റിച്ചെടി പോലെയായിരിക്കുന്നു. മുഖമാകെ ചുളിവുകളിൽ കറുത്ത വരകളായി ചാലിട്ടിരിക്കുന്നു. ഞാൻ കണ്ട മുഖം ഇതായിരുന്നോ എന്ന് അവൻ ഓർത്തു നോക്കി. നനഞ്ഞ നുറുക്കരിയും പൂക്കളും കൊണ്ട് മൂടിയ ചുണ്ടുകളിലെ ഭാവം എന്തെന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നുമില്ല. അവൻ തലയുയർത്തി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. 2-3 പെണ്ണുങ്ങൾ വെളുത്ത മുണ്ട് പുതച്ച് മൗനമായി അരികെയിരിക്കുന്നു. അച്ഛന്റെ മുഖത്തേക്ക് കണ്ണുടുക്കിയിരിക്കുന്ന അവർ അവനെ മെല്ലെ തലയുയർത്തി ഇടം കണ്ണിട്ട് നോക്കി. അവർക്കരികെ അമ്മയും ഉണ്ടാവേണ്ടതല്ലേ എന്നവൻ ശങ്കിച്ചു. ആ ഇരുണ്ട മുഖങ്ങളെല്ലാം കമിഴ്ത്തുവെച്ച മൺകലങ്ങളാണെന്ന് അവൻ സങ്കൽപ്പിച്ചു. ചന്ദനത്തിരിയിൽ നിന്ന് വെളുത്ത നൂല് പോലെ പുകയുടെ ഒരു നിര വിലങ്ങനെ നീങ്ങുന്നു. അവരൊക്കെ ഏതോ വേലിക്കപ്പുറമാണ് ഇരിക്കുന്നതെന്നും അവനപ്പോൾ തോന്നി. പൂവും നീരും കൊടുക്കാം, 4 മണിക്ക് എടുക്കണമെന്നാ അമ്മാവൻ നിർദ്ദേശിച്ചപ്പോൾ 2 തുളസിയില വിരലുകൾക്കിടയിലൊതുക്കി കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കി അവൻ അച്ഛന്റെ ചുണ്ടിനു നേരെ ഇറ്റിച്ചു കൊടുത്തു. മണ്ണുകൊണ്ടുള്ള ഒരു രൂപമാണതെന്നാണ് അപ്പോഴും അവന് തോന്നിയത്. തിരികെ യാത്ര പറഞ്ഞ് മടങ്ങാൻ നേരം ചുമലിൽ തോർത്തുമുണ്ടിട്ട ഒരാൾ അമ്മാവനോട് പറയുന്നത് കേട്ടു. 5 ഗോത്രക്കാരും എത്തിയിട്ടുണ്ട്. കർമ്മങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. പുല തീരുന്ന 15-ാം നാൾ ബാലന്റെ ഭാര്യ സുഗന്ധി മകനും കുളിച്ച് അവിടെ ബലിയിട്ട് കർമ്മങ്ങൾ തീർത്താ മതി. അറിയാലോ അല്ലേ? അറിയാമെന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞ അമ്മാവന്റെ പിന്നിൽ നിന്നും അവൻ ഒന്നോടെ തിരിഞ്ഞു നോക്കി. 2-3 പെണ്ണുങ്ങൾ അപ്പോൾ അരികിലേക്ക് വന്ന് അവന്റെ തലയിൽ തലോടി. ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ മൃദുവായി ഒഴിഞ്ഞു. അമ്മാവൻ തിരികെ നടന്നിരുന്നു. ആകാശത്തപ്പോൾ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി പരസ്പരം കലഹിക്കാൻ തുടങ്ങിയിരുന്നു. അവന്റെ ഉള്ളൊന്നു നടുങ്ങി. പിന്നാലെ ഓടിയെത്തിയപ്പോൾ തിരിഞ്ഞുനിന്ന് അമ്മാവൻ അവനെ എടുത്ത് തോളത്തിരുത്തിയാണ് യാത്ര തുടർന്നത്. അമ്മാവന്റെ മനസ്സൊന്ന് അയഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അവന് തോന്നി. ആരോടെന്നില്ലാതെ അമ്മാവൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. വിധിയെന്നും അബദ്ധമെന്നും ജന്മദോഷമെന്നുമൊക്കെ ചില വാക്കുകൾ അവരെ വന്നു തൊട്ടു. അപ്പോൾ അവനും ചില ചോദ്യങ്ങൾ അമ്മാവനോട് ചോദിച്ചു. എന്നാൽ എങ്ങനെയാണ് അച്ഛൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോയെന്നതിന്റെ ഉത്തരം മാത്രം അവന് വ്യക്തമായില്ല. 30 മുക്കോടി ദേവഗണങ്ങളെ സാക്ഷി നിർത്തിയാണ് ഒരു മാംഗല്യകർമ്മം നടക്കുക. മരണത്തിലല്ലാതെ ഒരിക്കലും തമ്മിൽ പിരിയാനോ ഒഴിവാക്കാനോ പാടില്ലാത്തതുമാണ്. എന്നിട്ടും ബാക്കിയൊന്നും അമ്മാവൻ പറഞ്ഞില്ല. ആകാശത്തപ്പോൾ മേഘപാളികളെ വെട്ടിപ്പിളർന്ന് ഇടിവാളുകൾ യുദ്ധം ആരംഭിച്ചിരുന്നു. തോണിയിൽ കയറിയിരിക്കുമ്പോഴേക്കും പുഴയിൽ മഴത്തുള്ളികൾ മത്സരിച്ച് നിറയുകയാണ്. നനയാതിരിക്കാൻ അമ്മാവൻ തോർത്തെടുത്ത് അവന്റെ തലയിൽ മൂടി. അപ്പോൾ അവൻ തുടിച്ചു തുള്ളുന്ന മഴത്തുള്ളികളെ കൈക്കുമ്പിളിൽ ശേഖരിക്കുകയായിരുന്നു. പുലതീരുന്ന 15-ാം നാൾ നാളെയാണ്. വെളുത്ത തുണി പുതച്ച് സുഗന്ധി അകത്ത് മുനിഞ്ഞു കത്തുന്ന നാളത്തിനരികെ കുനിഞ്ഞിരിക്കുകയാണ്. തിരിയടാറായ മൺചിരാതിൽ ഈർക്കിൽ കൊണ്ട് തിരി ഉയർത്തി വെക്കുകയാണ് സുബ്രഹ്മണ്യൻ. പിന്നെ അമ്മയുടെ മടിയിലേക്ക് തലചായ്ച്ച് കിടന്നപ്പോൾ അമ്മ അവന്റെ മുടിയിഴകൾക്കിടയിലൂടെ എന്തോ തിരയുകയാണെന്ന് അവന് തോന്നി. അമ്മ എപ്പോഴും പറയാറുള്ള എന്റെ തലയിലെഴുത്താവും എന്നവൻ ഓർത്തു. നാളെ ഞാനും ബലിയിടണോ? അവൻ അമ്മയോട് ചോദിച്ചു. വേണം.
അച്ഛനു വേണ്ടി നിനക്ക് ഇതെങ്കിലും ചെയ്യാമല്ലോ. കേട്ടപ്പോൾ അരികെയിരുന്ന അമ്മമ്മ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി കവിളിൽ തലോടി. അപ്പോഴാണ് ശങ്കുണ്ണിമാവൻ അകത്തേക്ക് കയറി വന്നത്. കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവനെ മടിയിലേക്ക് പിടിച്ചിരുത്തി. ഒരു നെടുവീർപ്പിട്ടു. പിന്നെ സുഗന്ധിയെ നോക്കാതെ തെളിഞ്ഞു കത്തുന്ന ചിരാതിലെ തിരുനാളം നോക്കിക്കൊണ്ട് പറഞ്ഞു, രാവിലെ നേരത്തെ തന്നെ പുഴയിൽ പോയി കുളിച്ചു വന്ന് മുണ്ടസാരി ഉടുത്ത് ബലിയിടണം. അത് കഴിഞ്ഞാണ് താലിപൊട്ടിക്കൽ ചടങ്ങ്. കേട്ടപ്പോൾ സുഗന്ധി വിറയ്ക്കുന്ന കൈകൊണ്ട് തന്റെ കഴുത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന താലിച്ചരട് എന്നോ മണ്ണിലാഴ്ന്നു കിടക്കുന്ന ഒരു പാഴ്ചെടി പിഴുതെടുക്കും പോലെ ഉള്ളം കൈയിലേക്ക് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു. പിന്നെ ദയനീയമായി ശങ്കുണ്യാങ്ങളുടെ മുഖത്തേക്ക് നോക്കി. പൊട്ടിയൊഴുകുന്ന കണ്ണീർ സുഗന്ധിയുടെ മാറിലൂടെ ഊർന്നിറങ്ങി ശരീരമാസകലം മരവിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടിട്ടും ശങ്കുണ്യാങ്ങള അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു, അന്വേഷിച്ച ആള് പോയിട്ടുണ്ട് താലി പൊട്ടിക്കാൻ. മറ്റൊരു വിധവ തന്നെ വേണമെന്നാണല്ലോ ശാസ്ത്രം. ഒരു നെടുവീർപ്പോടെ ചുമലിൽ നിന്ന് തോർത്തെടുത്ത മുഖം അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി. മൺചിരാതിലെ തിരി ഒന്നുകൂടെ ഉയർത്തിവെച്ച് സുഗന്ധി തിരുനാളത്തിന്റെ കറുത്ത പുകയിലേക്ക് വെറുതെ നോക്കിയിരുന്നു. കുഴമണ്ണിൽ കുതിർന്നു പോയ ഒരു ജന്മമാണ് തന്റേതെന്ന് ഓർക്കുകയായിരുന്നു അവൾ. എവിടെയാണ് ആ മൺകലത്തിൽ വിള്ളലുകൾ വീണത്? ചൂളയിൽ വെന്തുനീറിയ ഏത് ഘട്ടത്തിലാണത് സംഭവിച്ചതെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തിയെടുക്കാൻ അവൾക്കായില്ല. കുംഭാര കോളനിക്ക് ചുറ്റും അദൃശ്യമായൊരു വേലിക്കെട്ടുണ്ട്. പുറത്തു കടക്കാനാവാത്ത വിധം അവ്യാഖ്യേയമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണത് ബന്ധിച്ചിരിക്കുന്നത്. കുലാല ചക്രത്തിൽ ആ ജീവിതങ്ങൾ കറങ്ങിത്തീരുന്നു. പക്ഷേ വലിച്ചെറിയപ്പെട്ട പൊട്ടിയ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിലെന്നും നശിക്കാതെ കിടക്കും, ഒരു മാറ്റവുമില്ലാതെ. കാലങ്ങളോളം ഒരിക്കലത് ചവിട്ടടികളിൽ മുള്ളായി കൂർത്തു നിൽക്കും. അവളുടെ ഓർമ്മകളുടെ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് ഉടഞ്ഞുപോയ മൺപാത്രത്തിന്റെ കഷ്ണങ്ങൾ കൂർത്ത മുനകളിൽ ഉയർന്നു വന്നു. ബാലേട്ടനുമായുള്ള കല്യാണാലോചന ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞപ്പോഴായിരുന്നു. പെണ്ണിന്റെ ഇഷ്ടങ്ങൾക്കോ സമ്മതങ്ങൾക്കോ കാരണവന്മാരുടെ പുരികം ചുളിച്ച നോട്ടങ്ങൾക്ക് മുന്നിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല. കുംഭാരന്റെ ജീവിതം മണ്ണാണ്. മണ്ണിനെ കൂടുതൽ അറിയണം. അതിന്റെ അടരുകളെയും വിടവുകളെയും പഠിക്കണം. അതിന് ഭൂമി കുഴിച്ചു കുഴിച്ച് മറുവശത്തെത്തണം. അതായിരുന്നു സ്വപ്നം. ഹ്യൂമാനിറ്റ്സിന്റെയും ശാസ്ത്രത്തിന്റെയും സമന്വയമാണ് ജിയോളജി എന്ന് ടീച്ചർ സംശയം തീർത്തു തന്നപ്പോൾ സ്വന്തം വഴി മുന്നിൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. ജയിച്ചു കയറാൻ ജിയോളജിയിൽ ബിരുദ പഠനം തുടങ്ങിയപ്പോഴാണ് താൻ പോലും അറിയാതെ കല്യാണം ഉറപ്പിച്ചത്. കോളനിയിലെ പെണ്ണുങ്ങൾ ഇത്രയൊക്കെ പഠിക്കേണ്ടതില്ല. കാരണവന്മാരുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. പ്രതിഷേധങ്ങളെല്ലാം കോളനിക്ക് ചുറ്റുമുള്ള അദൃശ്യവേലിയിൽ തട്ടി കീറിപ്പോയി. സ്വപ്നങ്ങൾ വേലിപ്പടർപ്പിൽ കുരുങ്ങിക്കിടന്നു. ബാലേട്ടന്റെ വീട്ടുകാരണവന്മാർ പഞ്ചാംഗം നോക്കി വീട്ടിൽ വരികയായിരുന്നു. നാക്കിലയിൽ വിളക്ക് കൊളുത്തിവെച്ച് ആചാരപ്രകാരം മറ്റൊരു നാക്കിലയിൽ 5.25 പണം അച്ചാരപ്പണം വെച്ച് കാരണവന്മാർ 3 വട്ടം കേട്ടുചൊല്ലി. ബാലനും സുഗന്ധിയും തമ്മിലുള്ള ഈ മംഗല്യത്തിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അടുക്കളയിൽ നിന്ന് അത് കേട്ട് പുറത്തേക്ക് ഓടി വന്ന സുഗന്ധിയെ തടഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, ഇല്ല, എതിർപ്പില്ല. അച്ഛന്റെ കയ്യിൽ അച്ചാരപ്പണം ഏൽപ്പിക്കുമ്പോൾ അമ്മ വിതുമ്പി നിന്ന അവളുടെ പുറം മെല്ലെ തലോടി. അദൃശ്യമായ ഒരു ചരടുകൊണ്ട് നാവ് വരിഞ്ഞു മുറുക്കിയ പോലെ തോന്നി സുഗന്ധിക്കപ്പോൾ. മാരിയമ്മ ദേവിയെ സാക്ഷി നിർത്തിയ കല്യാണ മണ്ഡപത്തിലാണ് അവൾ ആദ്യമായി ബാലേട്ടനെ കാണുന്നത്. തലയിൽ കിരീടം വെച്ച് ഒരു രാജാവിന്റെ വേഷത്തിനുള്ളിലായിരുന്നു അദ്ദേഹം അപ്പോൾ. പരമ്പരാഗതമായ എത്രയെത്ര ആചാരങ്ങൾ! അത് പിന്നെ അനാചാരങ്ങളായും ദുരാചാരങ്ങളായും വേഷമിട്ട് അവളെ പരിഹസിച്ചത് സുഗന്ധി ഓർത്തെടുക്കുകയായിരുന്നു. എന്നും അരികെ വാപൊത്തി വണങ്ങി നിൽക്കാൻ വിധിക്കപ്പെട്ട നിസ്സഹായതയുടെ പ്രജകളിലൊരാളായി സുഗന്ധി രാജാവിന് മുന്നിൽ അനുസരണയുടെയോ വിധേയത്വത്തിന്റെയോ മണ്ണിനുള്ളിൽ കുതിർന്നുപോയി. പ്രത്യേകമായുണ്ടാക്കിയ മൺചട്ടിയിൽ നാമക്കട്ടയിട്ടുരച്ച് വെള്ളത്തിൽ കലക്കി വധൂവരന്മാരുടെ മുഖത്ത് ഈർക്കിൽ കൊണ്ട് വെളുത്ത കുത്തുകളിടും. സൂര്യനുദിക്കുന്ന സമയമാണ് മുഹൂർത്തം. പാനികളിൽ നിറച്ചുവെച്ച മഞ്ഞ നിറത്തിലുള്ള വെള്ളം പരസ്പരം തലയിലൊഴിക്കണം. പിന്നെ ഒരു പാനിയിൽ സ്വർണവും വെള്ളിയുമിട്ട് രണ്ടുപേരും ഒരുമിച്ച് കൈയിട്ടെടുക്കണം. 3 തവണ സ്വർണം കിട്ടുന്നവർ ഭാഗ്യവാന്മാർ എന്നാണത്രേ ശാസ്ത്രം. തനിക്കു കയ്യിൽ കിട്ടിയത് 3 തവണയും സ്വർണമായിരുന്നു എന്ന് സുഗന്ധി ഓർമ്മയിൽ തിളങ്ങി. അവൾക്ക് ഉള്ളിൽ സ്വയം പരിഹാസത്തിന്റെ ഒരു ചിരി പൊട്ടി. മൺചിരാതിൽ കരിയുന്ന പടുതിരി ഈർക്കിൽ കൊണ്ട് ഉയർത്താൻ ശ്രമിക്കുകയാണ് സുബ്രഹ്മണ്യൻ. അവന്റെ മുഖത്ത് പരക്കുന്ന പ്രകാശം കണ്ടപ്പോൾ സുഗന്ധി അവനെ അരികിലേക്ക് ചേർത്തിരുത്തി തലയിൽ വിരലോടിച്ചു. ഒരു നെടുവീർപ്പ് അവന്റെ തലമുടിയിൽ ഒരു തലോടൽ പോലെ ഒഴുകി.
നിരുത്സാഹപ്പെടുത്തലുകളുടെയും എല്ലാ പരിഹാസങ്ങളുടെയും മറികടന്ന് കാൺപൂരിൽ ജിയോമോർഫോളജിയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോഴായിരുന്നു തന്റെ ജീവിതമെന്ന മൺപാത്രത്തിൽ വലിയ തുള വീണതെന്ന് സുഗന്ധി ഓർക്കുകയായിരുന്നു. വയറുവേദനയ്ക്ക് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് വയറ്റിലൊരു മുഴ വളർന്നു വരുന്നത്. അതായിരുന്നു തുടക്കം. കോളനിയിലാകെ അതൊരു ഭൂകമ്പമായി പുകഞ്ഞു. 100 കൂട്ടം വ്യാഖ്യാനങ്ങൾ, മുനവെച്ച നോട്ടങ്ങൾ. ഈ ഒരുമ്പെട്ടോൾ നമ്മുടെ കുലം മുടിക്കും. ഭീഷണികൾ, പരിഹാസങ്ങൾ. പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ വെറുതെ തോറ്റുകൊടുക്കാൻ മനസ്സ് വഴങ്ങിയതുമില്ല. യുദ്ധകാഹളങ്ങൾ അടുത്തു കേൾക്കാം. പണ്ടേ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമാണ്. മാംഗല്യസൂത്രത്തിൽ കള്ളനൂലിട്ട് താലികെട്ടിയ പുരുഷനെ വഞ്ചിച്ചപ്പോൾ താന്തോന്നിയായി അന്യനാട്ടിൽ അഴിഞ്ഞാടിയ തേവിടിശി ചെവിയും വായും തൽക്കാലത്തേക്ക് മൂടിവെച്ചു. അവരുടെ കോടതിയിൽ ജയിച്ചു കയറാൻ ആചാര നിയമങ്ങളെ പുനർവായിച്ചു കേൾപ്പിക്കണം. ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കപ്പെട്ട് മണ്ണഴികൾക്കുള്ളിൽ. പക്ഷേ മോചനം എളുപ്പമായിരിക്കില്ലെന്ന് അവൾക്കറിയാം. കാൺപൂരിലെ സ്വപ്നങ്ങളും ഓപ്പറേഷൻ തിയേറ്ററിലെ അനസ്തേഷ്യയിൽ മരവിച്ചു പോയിരുന്നല്ലോ. സുഗന്ധി കവിളിലൂടെ ഒഴുകി വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് ഒന്നിളകിയിരുന്നു. അന്നൊരു ബുധനാഴ്ചയാണെന്ന് ഓർമ്മയുണ്ട്. മാരിയമ്മക്കുള്ള പൂജ അന്നാണല്ലോ നടക്കാറുള്ളത്. അതും കഴിഞ്ഞ് ബാലേട്ടൻ വീരഭദ്രനുള്ള പൂജ തുടങ്ങുകയായിരുന്നു. കൈവിരൽ മുറിച്ച് വീരന് ചോര കാണിച്ച് പൂജ അവസാനിപ്പിച്ചു. പിന്നെ കളിമണ്ണ് കുഴച്ച് കുലാല ചക്രത്തിന്റെ നടുവിൽ വെച്ചു. ചക്രത്തിന്റെ പുറംവക്കിലെ തുളയിൽ വടിയിട്ട് ചക്രം തിരിക്കുകയാണ് സുഗന്ധി. മൺപാത്ര നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീ പുരുഷ സമത്വമുണ്ടല്ലോ എന്നവൾക്ക് തോന്നി. പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള മണ്ണ് തലേനാൾ വെള്ളത്തിൽ കുതിർത്തിവെക്കുന്ന ജോലി വീട്ടിലെ സ്ത്രീകളാണ് ചെയ്യുക. ചക്രത്തിൽ വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷന്മാരും, അതേസമയം ചക്രം തിരിക്കുന്നത് സ്ത്രീകളും. സമത്വത്തിന്റെയും പരിഗണനകളുടെയും ആ കറക്കത്തിൽ ജീവിതത്തിന്റെ മിനുസമുള്ള പാത്രങ്ങൾ രൂപം കൊള്ളുന്നു. പ്രതീക്ഷയുടെ ആ തിളക്കത്തിലാണ് സുബ്രഹ്മണ്യനെ കൊളനാടി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ ബാലേട്ടനോടൊപ്പം മകനെ അയച്ചത്. മനസ്സിൽ മഴവില്ല് വിടർന്ന ആ നിമിഷം സുഗന്ധിയുടെ ജീവിതത്തിന്റെ ദുരിതപ്പൊയ്ത്തിലേക്ക് അത് എത്ര പെട്ടെന്നാണ് ഉരുൾപൊട്ടി അടർന്നു വീണത് എന്നോർത്തപ്പോൾ അവളുടെ കവിളിലൂടെ ചാലിട്ട കണ്ണീർ തുള്ളികൾ സുബ്രഹ്മണ്യന്റെ മൂർധാവിലേക്ക് ഒഴുകി വീണു. തികച്ചും വേറൊരാളായിട്ടായിരുന്നു ബാലേട്ടൻ അന്ന് തിരിച്ചു വന്നത്. അങ്ങാടിയിൽ ആരോടൊക്കെയോ വഴക്കുണ്ടാക്കി മണ്ണിൽ കുളിച്ച് ഒരു ഭ്രാന്തനെ പോലെ അവളുടെ മുന്നിലേക്ക് ചീറിയെടുക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ചെറുത്തു നിൽക്കാനാവാതെ പതറിപ്പോയിരുന്നു സുഗന്ധി. എടുത്ത് എവിടിച്ചി കൊന്നുകളയും നിന്നെ ഞാൻ. നീ കാരണം ഇന്ന് അങ്ങാടിയിൽ ഞാനൊരു പട്ടിയായി പോയടി എന്ന് ഭ്രാന്തമായി അട്ടഹസിച്ചുകൊണ്ട് മുടിക്കുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ വാതിൽപ്പടിയിലാണ് ചെന്നു വീണത്. സുബ്രഹ്മണ്യൻ പേടിച്ചരണ്ട് ഓടിവന്ന് തന്നെ താങ്ങിപ്പിടിച്ചതോർത്തപ്പോൾ അവൾ അവനെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി മുറുകെ പുണർന്നു. ഇത്രയും നാൾ നീ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചു. ഇനി ഇതിവിടെ നടക്കില്ല. പോ എന്റെ മുന്നീന്ന്. ഇനി ഇവിടെ കണ്ടുപോയാൽ മൂദേവി വെച്ചേക്കില്ല ഞാൻ. ഉറഞ്ഞു തുള്ളിയ ബാലേട്ടൻ തന്റെ ചെകിടത്തടിക്കാൻ ഓങ്ങിയ കൈ കടന്നു പിടിച്ച സുബ്രഹ്മണ്യന്റെ അന്നത്തെ ആ മെലിഞ്ഞ കൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് അവളത് തന്റെ മടിയിലേക്ക് എടുത്തുവെച്ചു മെല്ലെ തലോടി. അന്നത്തെ ആ ഉശിരിന്റെ ഒരു കനൽ സുഗന്ധി അപ്പോൾ അവന്റെ കണ്ണുകളിൽ കണ്ടു. ചവിട്ടിക്കൂട്ടിയ മണ്ണാണ് കുംഭാര ജീവിതങ്ങൾ. ഓരങ്ങളിലേക്ക് വേലികെട്ടി ഒതുക്കപ്പെട്ട പെൺജീവിതങ്ങൾ. ചിറകുകൾ മുറിച്ച് കൂട്ടിലടച്ച പെൺ സ്വപ്നങ്ങൾ. അമ്മേ, ശങ്കുണ്യമാവൻ എന്ന് പറഞ്ഞ് തൊട്ടു വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. നാളെ 15ാം നാൾ ഭർത്താവിന്റെ പുലതീരുന്ന കർമ്മങ്ങൾ തീരുമ്പോൾ എല്ലാം അവസാനിക്കണം. വിധവയായ തന്റെ ഉള്ളിൽ എന്തിനെന്നറിയാതെ വേരുപിടിച്ചു പോയ ദുരാചാരത്തെ പിഴുതെറിയണം. മറ്റൊരു വിധവയ്ക്ക് മാത്രമേ അതിനർഹതയുള്ളൂ അത്രേ. ആരാണവോ ഈ ശാസ്ത്രം നിർമ്മിച്ചത്? ഏതായാലും സ്ത്രീയായിരിക്കില്ല. ആ പാപത്തിൽ നിന്ന് പുരുഷനെ രക്ഷിച്ച് അതും പെണ്ണിന്റെ തലയിൽ ചാർത്തിക്കൊടുക്കുന്ന ക്രൂരതയുടെ മറ്റൊരു ചതി. അതിനൊരുവിള തേടിപ്പോയി തിരിച്ചു വന്നിരിക്കുകയാണ് ശങ്കുണ്യാങ്ങള. ആരെയും കിട്ടിയില്ല. നമ്മുടെ കുലത്തിൽ പട്ടക്കാട്ടും സെൽവനെയും സിവിതിയിലും തിരക്കി ആരുമില്ല. ജോഗത്തിലും പുലിന്തലത്തും വിധവകളുണ്ട്. പക്ഷേ അവരാരും വരില്ലാത്രേ. ഇനിയിപ്പം എന്താ പരിഹാരം? അയാൾ കഴുത്തിൽ ചാലിട്ട വിയർപ്പ് ചുമലിൽ കിടന്ന തോർത്തുകൊണ്ട് ഒപ്പിയെടുത്തു. പിന്നെ മേലോട്ട് നോക്കി കുറച്ചുനേരം കണ്ണടച്ചു. സുഗന്ധി എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ നരച്ച താലിച്ചരടിൽ പിടിമുറുക്കി. മാംഗല്യസൂത്രത്തിലെ താലിയിൽ ത്രിമൂർത്തികൾ കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അഗ്രത്തിൽ ബ്രഹ്മാവും, മധ്യത്തിൽ മഹാവിഷ്ണുവും, മൂലത്തിൽ മഹേശ്വരനും. എല്ലാവരും പുരുഷ പ്രതിഷ്ഠകൾ തന്നെയല്ലേ? സുഗന്ധി കുലദേവതയായ മാരിയമ്മൻ മധുര മീനാക്ഷിയെ മനസ്സിൽ സ്മരിച്ചു. എല്ലാവരും തന്നെ കൈയൊഴുകയാണ്. തന്നിൽ നിന്നും ഒരു ഊർജം അവളെ എഴുന്നേൽപ്പിച്ചു.
തെക്കേ മുറ്റത്ത് കുളിച്ച് ഈറനുടുത്ത് നാക്കിലേക്ക് മുന്നിൽ സുഗന്ധി ഇടതുമുട്ടുകുത്തിയിരുന്നു. ദർഭപ്പുല്ല് മോതിരം വിരലിലിട്ട് ബലിച്ചോറ് ഉരുളകളാക്കി നാക്കിലയിൽ നേദിച്ചു. നിർദ്ദേശം കൊടുത്ത് സുബ്രഹ്മണ്യനെ കൊണ്ടും അതുപോലെ ചെയ്യിച്ചു. 5 ഉപഗോത്രത്തിലെ കാരണവന്മാരെയും സാക്ഷി നിർത്തി പുഴയിൽ മുങ്ങി ആവാഹിച്ചു കൊണ്ടുവന്ന ഭർത്താവിന്റെ പ്രതിമ നാക്കിലയിൽ കിടത്തി പൂവും നീരും കൊടുത്തു. പിന്നെ ഉടുത്ത മുണ്ടസാരിയുടെ മുന്താണി കൊണ്ട് തലമറച്ചു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ അകത്തുപോയി കുനിഞ്ഞിരുന്നു. അവിടെ വല്ലാത്തൊരിരുട്ട്. അതുവരെ കത്തിക്കൊണ്ടിരുന്ന കൺചിരാതിലെ തിരി ആരോ കെടുത്തിയിരിക്കുന്നു. അതിൽ നിന്നും പുകയുടെ നൂലുകൾ പുറത്തേക്ക് അകന്നു പോകുന്നുണ്ട്. വിധവയുടെ താലിച്ചരടറുക്കണം ആചാരമാണ്. കാരണവരിലാരോ വിളിച്ചു പറഞ്ഞു. അർഹതപ്പെട്ടാരാലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. വേഗം വേണം. സുഗന്ധിയുടെ ഉള്ളം എന്തിനെന്നറിയാതെ ഒന്ന് പിടഞ്ഞു. വിധവകൾ ആരുമില്ലേ താലിച്ചരടറുക്കാൻ? ചോദ്യം ആവർത്തിച്ചപ്പോൾ മരണവീടിന്റെ മൗനം ഘനീഭവിച്ച നിശബ്ദത. എല്ലാവരും പരസ്പരം നോക്കിയതല്ലാതെ അവിടെ കൂടിയിരുന്നവർ അവരവരുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ തന്നെ ഒരു തേങ്ങൽ കേട്ടു. അതവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വളരെ പതിഞ്ഞ എന്നാൽ ദൃഢമായൊരു ശബ്ദം പിന്നിൽ നിന്നും വ്യക്തമായി കേട്ടു. ഞാൻ വരാം. എല്ലാവരും ആകാംക്ഷയോടെ എന്നാൽ തെല്ലൊരു ഭയപ്പാടോടെ തിരിഞ്ഞു നോക്കി. അമ്മയുടെ അരികെ ഇരുട്ടിൽ അരികെയായിരിക്കുകയായിരുന്ന സുബ്രഹ്മണ്യൻ എഴുന്നേറ്റ് നിന്ന് കൗതുകത്തോടെ ശബ്ദം കേട്ട ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നു. അമ്മമ്മ! അവർ കാരണവന്മാർക്കിടയിലേക്ക് നടന്നു വന്നു. മുണ്ടിന്റെ കോന്തല കൊണ്ട് മുഖം അമർത്തി തുടച്ച ശേഷം ശാന്തമായി ദൂരെ ഏതോ കാലത്തിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി. സുഗന്ധിയുടെ അപ്പം മരിച്ചിട്ട് കാലങ്ങളായിരിക്കുന്നു. എന്നാലും ഞാനും വിധവയാണല്ലോ. എന്റെ മോളുടെ താലിച്ചരട് പൊട്ടിച്ചു കളയാനുള്ള നിയോഗം എനിക്കാണെങ്കിൽ. തൊണ്ടയിടറിക്കൊണ്ടാണവർ അത്രയും പറഞ്ഞത്. ആചാരം അത് തെറ്റിക്കേണ്ട. സുഗന്ധി അതീവ ദയനീയമായി അമ്മയെ തലയുയർത്തിയൊന്ന് നോക്കി. പിന്നെ എന്തോ ഓർത്തുകൊണ്ട് സ്വയം താലിച്ചരട് പൊട്ടിക്കാനായി അതിൽ പിടിമുറുക്കി. തന്റെ കൈ തളരുന്നത് പോലെ തോന്നിയിരിക്കണം. താലിയിൽ നിന്ന് ആ വിരലുകൾ ഊർന്നുപോയി. അവളുടെ കഴുത്തിൽ പ്രാണസ്ഥാനത്ത് ആ താലി തളർന്നു കിടന്നു. കണ്ണിൽ ഇരുട്ട് കയറും പോലെ. പിന്നെയെല്ലാം അവ്യക്തമായ കാഴ്ചകളായി യാന്ത്രികമായി ഇളകി. സുഗന്ധിയുടെ മുന്നിൽ പൂവും മലരും ചിതറി വീണ നാക്കിലയിലേക്ക് താലിച്ചരടിന്റെ 3 ഇഴകൾ ഞെട്ടറ്റു വീണു. സുഗന്ധി എന്ന മണ്ണുകൊണ്ടുള്ള ഒരു പെണ്ണ് മരിച്ചു വീണിരിക്കുന്നു. അവൾ പിന്നെ മറ്റെന്തോ ആയി രൂപാന്തരപ്പെടുകയായിരുന്നു. ചൂളയിൽ നിന്ന് വെന്തു നീറിയുടഞ്ഞു പോയ മൺകലത്തിൽ മൂർച്ചയുള്ള വാക്കുകളായി ദൃഢപ്പെടുന്നത് അവൾ അറിഞ്ഞു. മരണവീട്ടിലെ മൗനത്തിൽ നിന്നൊരട്ടഹാസം അവൾ കേട്ടു. അത് തന്റെ ഉള്ളിൽ നിന്നു തന്നെയാണെന്നവൾ തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകൾ ചുവന്നു തിളങ്ങി ഒരു സൂര്യഗോളമായി ജ്വലിച്ചു. ഉടലാകെ ഒരു വിറയൽ. ചുറ്റും നിശ്ചലമായി പോയ മൺരൂപങ്ങൾക്കിടയിലൂടെ മുടിയഴിച്ചിട്ട ദുർഗയായി അവൾ ഒരു ചോദ്യചിഹ്നം പോലെ കുനിഞ്ഞു നിന്ന സുബ്രഹ്മണ്യന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് വാതിൽപ്പടിക്ക് പുറത്ത് ചവിട്ടിക്കുഴച്ചിട്ട കളിമൺകൂന കവച്ചു കടന്ന് അതിരിട്ടുറപ്പിച്ച വേലിക്കെട്ടും വകഞ്ഞുമാറ്റി മുന്നോട്ട് നടന്നു. മഴക്കാറു നീങ്ങിയ ആകാശച്ചെരുവിൽ നിന്ന് സൂര്യന്റെ കൈകൾ അവൾക്കരികിലേക്കപ്പോൾ നീണ്ടുവരുന്നുണ്ടായിരുന്നു. ശ്രീ ബാലു പൂക്കാട് എഴുതിയ മണ്ണുകൊണ്ടൊരു പെണ്ണ് ഇവിടെ തീരുന്നു.